നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ കാലവർഷം ശക്തമായി. കാറ്റിലും മഴയിലും വ്യാപക നാശം. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പുന്നൂർക്കുളം തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. കടൽഭിത്തിക്ക് പുറകിലെ പാലക്കൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലേക്ക് തിരമാല ഇരച്ചു കയറി. കടപ്പുറം മഞ്ചങ്ങാടി വളവിൽ കടലിൽ നിന്ന് ശക്തമായി തിരയടിച്ച് റോഡിലേക്ക് കയറി. പാലപ്പെട്ടി കാപ്പിരിക്കാടിലെ അലിയാർ പള്ളി കടലേറ്റ ഭീഷണിയിൽ. കേരളം ആരോഗ്യരംഗത്ത് ലോക നിലവാരത്തിലാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം ചുകിൽപ്പുറത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഞ്ചേക്കറിൽ വിശാലമായ കളിക്കളം ഒരുക്കുവാൻ ചാവക്കാട് നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ചാൽ കായിക വകുപ്പ് 50 ലക്ഷം രൂപ കൂടി നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ചാവക്കാട് നഗരസഭ കളിക്കളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മൊബൈൽ FSTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ കാലവർഷം ശക്തമായി. മലബാറിലെ 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. 8 ദിവസം നേരത്തെയാണ് കേരളത്തിൽ കാലവർഷം എത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വ്യാപകമായ മഴ തുടരുകയാണ്. കേരള തീരത്ത് തിങ്കളാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച വിലങ്ങാട് കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ട്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. പുന്നൂർക്കുളം തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. കടൽഭിത്തിക്ക് പുറകിലെ പാലക്കൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലേക്ക് തിരമാല ഇരച്ചു കയറി. വെള്ളിയാഴ്ച രാത്രി മുതൽ പെയ്തു തുടങ്ങിയ ശക്തമായ മഴയിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. പുതുതായി നിർമ്മിച്ച അണ്ടത്തോട് പെരിയമ്പലം ലിങ്ക് റോഡിന്റെ ഏതാനും മീറ്റർ അകലെയാണ് കടൽത്തിര എത്തിയത്. തിരമാലകൾ റോഡിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. മഴ ശക്തമായതിന് പിന്നാലെയാണ് കടൽക്ഷോഭവും രൂക്ഷമായത്. കാപ്പിരിക്കാട്, തങ്ങൾപടി, പെരിയമ്പലം, അണ്ടത്തോട് മേഖലയിലാണ് കടൽ കൂടുതലായും കയറിയിട്ടുള്ളത്. പെരിയമ്പലം ബീച്ച് റോഡ് പൂർണ്ണമായി നേരത്തെ കടലെടുത്തിരുന്നു. ഇവിടുത്തെ തട്ടുകടകൾ ഏതു സമയവും കടലെടുക്കുന്ന സാഹചര്യമാണ്. ബീച്ചിലുണ്ടായിരുന്ന 4 വീടുകളും അപകടാവസ്ഥയിലാണ്. 3 കുടുംബങ്ങളിലെ വീട്ടുകാർ നേരത്തെ വീട് ഒഴിഞ്ഞിരുന്നു. ബീച്ചിലെ അവസാന താമസക്കാരനായിരുന്ന പാലക്കൽ കുഞ്ഞുമുഹമ്മദ് ഞായറാഴ്ച വീട്ടിൽ നിന്നും താമസം മാറ്റി. പെരിയമ്പലത്ത് കടൽഭിത്തി നിർമ്മാണത്തിന്റെ ആദ്യപടിയായി അളവ് തിട്ടപ്പെടുത്താൻ കെട്ടിയ കരിങ്കൽ ഭിത്തി കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭിത്തിയുടെ അടിഭാഗത്തെ കല്ലുകൾ ഇളകി കടലിലേക്ക് ഒഴുകി. കടൽഭിത്തി അശാസ്ത്രീയമാണെന്ന വാദവുമായി പ്രദേശവാസികൾ കടൽഭിത്തിക്കെതിരെ സമരത്തിലാണ്. ഭിത്തി കടലേറ്റത്തിന് പരിഹാരമല്ല എന്ന നിലപാട് ശരിവെക്കുന്നതാണ് നിലവിലെ അവസ്ഥയെന്ന് പ്രദേശവാസികൾ പറയുന്നു. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മാത്രല്ലേ, കാറ്റ് വന്നാൽ ഓട് മൊത്തം കൊഴിഞ്ഞെടുക്കാണ്. നേരത്തെ എത്തിയ കാലവർഷം ഈ രീതിയിൽ തുടങ്ങുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്താകുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. കടപ്പുറം മഞ്ചങ്ങാടി വളവിൽ കടലിൽ നിന്ന് ശക്തമായി തിരയടിച്ച് റോഡിലേക്ക് കയറി. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രികർക്ക് വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഉൾപ്പെടെ കടപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ശക്തമായ കടൽക്ഷോഭം നേരിട്ടിരുന്നു. നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രക്ഷോഭങ്ങളെ തുടർന്ന് കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത്തരത്തിൽ കടൽഭിത്തി ഇല്ലാത്ത ഭാഗത്താണ് തിര റോഡിലേക്ക് അടിച്ചു കയറുന്നത്. മഴ കനക്കുന്നതോടെ കടൽക്ഷോഭം ശക്തമായാൽ റോഡ് തകർന്നതുൾപ്പെടെ നാശനങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കുന്നത്തേരിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. കുറ്റിക്കാട്ട് തോമസിന്റെ ഇരുനില വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീട്ടുപറമ്പിലെ തെങ്ങ് കാറ്റിൽ കടമുറഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ ടെറസിന് മുകളിലെ ഓടുകൾ തകർന്നിട്ടുണ്ട്. പാലപ്പെട്ടി കാപ്പിരിക്കാടിലെ അലിയാർ പള്ളി കടലേറ്റ ഭീഷണിയിൽ. കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്നാണ് സ്ഥിതി രൂക്ഷമായത്. മലപ്പുറം തൃശൂർ ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് അലിയാർ പള്ളിയാണ് രൂക്ഷമായ കടലാക്രമണത്തിൽ തകരാനൊരുങ്ങുന്നത്.
കഴിഞ്ഞ ദിവസമുണ്ടായ കടലാക്രമണത്തിൽ മുൻഭാഗം മുഴുവനായി തകർന്നു. മണൽത്തിട്ടകൾ കടലെടുക്കുന്നതിനാൽ ഏതു നിമിഷവും വീഴാനായി നിൽക്കുകയാണ് ഈ പള്ളി. സമീപത്തെ 100ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ദേവാലയമാണിത്. പള്ളിയിലെ സാധനങ്ങളെല്ലാം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനാലയം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലാണ് പള്ളി കമ്മിറ്റി. അതിനുവേണ്ടി ഭൂമി വാങ്ങാനുള്ള പരിശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് സ്ഥിതി രൂക്ഷമായത്. മേഖലയിൽ കടൽഭിത്തിയില്ലാത്തതിനാലാണ് നാശനഷ്ടം വർദ്ധിക്കാനിടയായതെന്ന് നാട്ടുകാർ പറയുന്നു. തൊട്ടടുത്ത ഹിളർ പള്ളിയും നാശത്തിന്റെ വക്കിലാണ്. സമീപത്തുണ്ടായിരുന്ന തീരദേശ റോഡ് കഴിഞ്ഞ കടലാക്രമണത്തിൽ നശിച്ചിരുന്നു. വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ വർഷം തുടങ്ങിയ സമയത്ത് ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് ഇന്നലെ രാത്രി മുതലാണ് ഈ വിഷയം കണ്ടു തുടങ്ങിയത്. പള്ളി നിസ്കരിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിസ്കരിക്കാനോ മറ്റു കർമ്മങ്ങൾക്കൊന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ പള്ളി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 25 വർഷം മുന്നേ ഭിത്തി നിർമ്മിച്ചാണ്. അതിന് ശേഷം ഒരു വട്ടം പോലും ഇവിടെ കല്ല് ഇട്ടിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ മുന്നുണ്ടായിരുന്ന ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ റോഡ് ഒക്കെ എടുത്തു കൊണ്ടുപോയി. കനത്ത മഴയിൽ കാട്ടകമ്പാൽ പലാട്ടുമുറി വടക്കേ തലക്കൽ ശലമോന്റെ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. ആൾമറയും മോട്ടോറും മറ്റും മണ്ണിനടിയിലായി. കിണറിലെ വെള്ളവും അപ്രത്യക്ഷമായി. പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം പോർക്കുളത്തും വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നിരുന്നു. കുന്നംകുളത്ത് കാറ്റിലും മഴയിലും വീണ്ടും നാശനഷ്ടങ്ങൾ. മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. കുന്നംകുളം ന്യൂ ചർച്ച് റോഡിലെ തെക്കേക്കര വി ഹെൽപ്പ് ഷാജിയുടെ വീടിന് മുകളിലേക്കാണ് മഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിൽ പുറകുവശത്ത് നിന്നിരുന്ന പുളിമരവും തെങ്ങും വീണത്. ഞായറാഴ്ച രാവിലെ 6:30 അപകടം. ഈ സമയത്ത് മുകൾ ഭാഗത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തിൽ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഒരു മുറിക്ക് തകരാറും ചുമരിന് വിള്ളലും സംഭവിച്ചു. വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു. കടവല്ലൂർ കോട്ടോൽ തെക്കത്ത് മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. ശനിയാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്നാണ് കുറുപ്പത്ത് വളപ്പിൽ ധനീഷിന്റെ വീട്ടിലെ പുളിമരം വൈദ്യുതി ലൈനിലേക്ക് കടപുഴകി വീണത്. 4 പോസ്റ്റുകൾ പൂർണ്ണമായും തകർന്നു. 2 പോസ്റ്റുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന വാലിയിൽ ലത്തീഫിന്റെ ബൈക്കിന് മുകളിലേക്കാണ് ഒരു വൈദ്യുതി പോസ്റ്റ് വീണത്. മരം വീണതിനെ തുടർന്ന് പുളിയൻകോട്ടിൽ മുഹമ്മദിന്റെ വീട്ടിലെ വിറകുപുരയുടെ ഷീറ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. ശക്തമായ കാറ്റിൽ പൊട്ടിവീണ പോർക്കുളം പഞ്ചായത്ത് വാതക ക്രിമിറ്റോറിയത്തിന്റെ വലിയ പുകക്കുഴൽ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് വാതക ശ്മശാനത്തിന്റെ വലിയ പൈപ്പ് പൊട്ടി തൊട്ടടുത്ത പ്ലാസ്റ്റിക് കമ്പനിയുടെ മേൽക്കൂരയിലേക്ക് വീണത്. പ്ലാസ്റ്റിക് കമ്പനിയുടെ 20ഓളം ഷീറ്റുകൾ തകർന്നിരുന്നു. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കമ്പനി ഉടമ കോട്ടൂൽ സ്വദേശി സ്റ്റാൻലി ജാനിഷ് പറഞ്ഞു. മേൽക്കൂര തകർന്നതോടെ യന്ത്രങ്ങൾ മഴ നനയാതിരിക്കാൻ ടാർപോളിൻ കൊണ്ട് മൂടേണ്ടിയും വന്നു. ആദ്യം ക്രെയിൻ കൊണ്ട് വന്ന് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് വലിയ ക്രെയിൻ കൊണ്ടുവന്ന് പൈപ്പ് എടുത്ത് മാറ്റുകയായിരുന്നു. മറ്റു വാർത്തകൾ. കേരളം ആരോഗ്യരംഗത്ത് ലോക നിലവാരത്തിലാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം ചൂൽപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിയുടേതല്ലെന്നും ശ്രീമതി ടീച്ചർ തുടങ്ങിവെച്ചത് ശൈലജ ടീച്ചറും വീണ ജോർജും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഒത്തൊരുമയുടെ കൂടി വിജയമാണ് കോവിഡ് കാലത്ത് നാം നേടിയത്. എല്ലാത്തരം വകുപ്പുകളുടെയും ജനത്തിന്റെയും പിന്തുണ വിവിധ ദുരന്തമുഖങ്ങളെ അതിജീവിക്കാൻ കേരളത്തിന് കരുത്തായിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഴുക്കുചാലുകളുടെ പ്രശ്നമൊക്കെ കാരണം എത്രയോ മനുഷ്യരാണ് ഗുരുവായൂരപ്പനെ തേടി ഈ തീർത്ഥാടന നഗരിയിൽ എത്തിച്ചേരുന്നത്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ നല്ല നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം. അത് വളരെ ദീർഘദർശിത്വത്തോടു കൂടി നമ്മുടെ നഗരസഭ നേതൃത്വം കൈകാര്യം ചെയ്യുന്നു എന്ന് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. ഒരു കാലത്ത് അഴുക്കുചാൽ പ്രശ്നം കൊണ്ട് വീർപ്പുമുട്ടിയ ഗുരുവായൂര് ഇന്ന് ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് അവാർഡ് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കഠിന പരിശ്രമം അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷെഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, വാർഡ് കൌൺസിലർ സിന്ധു ഉണ്ണി, നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരുടെ സേവനം പുതിയ കേന്ദ്രത്തിൽ ലഭിക്കും.
ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 7 വരെയാണ് ഡോക്ടറുടെ സേവനം. ഇ-സഞ്ജീവിനി സേവനം വൈകാതെ ലഭ്യമാകും. ദേശീയപാത 66 ചാവക്കാട് ചേറ്റുവാർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെങ്ങിൻ തൈ നട്ട് പ്രതിഷേധിച്ചു. കുറുപ്പത്ത് പള്ളിക്ക് മുന്നിലെ അപകടകരമായ ഗർത്തത്തിലാണ് തെങ്ങിൻ തൈ നട്ടത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫാദിൻ രാജ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ KJ ചാക്കോ, VP അലി, VM മോഹനൻ, നികേഷ് ഷംസുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അജ്മൽ മജീദ്, മനു ആൻഡോ, അഭിഷേക് തുടങ്ങിയവർ പങ്കെടുത്തു. 5 ഏക്കറിൽ വിശാലമായ കളിക്കളം ഒരുക്കുവാൻ ചാവക്കാട് നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ചാൽ കായിക വകുപ്പ് 50 ലക്ഷം രൂപ കൂടി നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ചാവക്കാട് നഗരസഭ കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ FHTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കായിക മന്ത്രി. ഞാൻ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ആരംഭിച്ചതിന് ശേഷം ഒരു 100ഓളം കമാൻഡുകൾ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. പലരും ആവശ്യപ്പെട്ടത് കളിക്കളമാണ്. നമ്മളിപ്പോൾ 3.5 ഏക്കർ സ്വന്തമായ സ്ഥലം 1.5 ഏക്കർ സ്ഥലം എടുക്കണമെന്നറിയും. 5 ഏക്കർ സ്ഥലം നമ്മൾ കളിക്കണം നിർമ്മിക്കാൻ കഴിയും. ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനത്തിൽ നഗരസഭ 50 ലക്ഷം രൂപ അർഹയാണെങ്കിൽ 50 ലക്ഷം രൂപ കായിക വകുപ്പ് നൽകാം. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം നേടിയ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭ പരപ്പിൽത്താഴം MCFൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി, ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, PS അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണിദിവെ, നഗരസഭാ കൗൺസിലർ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സൈതാലിക്കുട്ടി, AA മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരപ്പിൽ താഴത്തുള്ള MCFനോട് ചേർന്ന് നഗരസഭ ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപയാണ് കളിക്കളത്തിനായി വിനിയോഗിക്കുന്നത്. സെപ്റ്റേജ് മാലിന്യം ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് 45 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സഞ്ചരിക്കുന്ന മൊബൈൽ ട്രീറ്റ്മെന്റ് വാഹനവും ഇതോടെ സജ്ജമായി. ഉദ്ഘാടന പരിപാടി UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. പുന്നൂർക്കുളം ആൽത്തറ സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വടക്കേക്കാട് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. KSEB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. എരുമപ്പെട്ടി മുട്ടിക്കൽ ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു. മുട്ടിക്കൽ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CR രജിത ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PM സജി, കമ്മിറ്റി സെക്രട്ടറി സുധീഷ്, ട്രഷറർ ശ്യാം പ്രസാദ് എന്നിവർ സംസാരിച്ചു. വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് കുട്ടികൾക്കുള്ള വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാലയ്ക്ക് തുടക്കമായി. ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാല വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് ഉപദേശക സമിതി അംഗവും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ സുരേഷ് ബാബു മാസ്റ്റർ അധ്യക്ഷനായി. അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ജീവ റൂസ്ബി, നഗരസഭാ കൌൺസിലർ ജിൻസി ജോയ്സൺ, സാമൂഹ്യ പ്രവർത്തകൻ TR രാജൻ, സിനിമാ പ്രവർത്തകൻ ജോൺ ക്ലാരനറ്റ്, സ്കൂൾ മാനേജർ M ശശികുമാർ, ഫോട്ടോഗ്രാഫി നാഷണൽ അവാർഡ് ജേതാവ് ബൈജു ഇമേജ്, ക്യാമ്പ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ്, ചീഫ് ഗ്രൂമർ പ്രേംപ്രകാശ് ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി പഠന യാത്രകൾ, കലാപരിപാടികൾ, നാടകാവതരണം, ഓട്ടൻതൊഴിൽ തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വേലൂർ അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുട്ടികളുടെ എഴുത്തിനിരുത്തൽ വേലൂർ ഫൊറോന വികാരി റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ലിസ്യു ആശ്രമം സുപ്പീരിയർ അലക്സ് കല്ലറയ്ക്കൽ, കുര്യൻ മലയപ്പറമ്പിൽ, വിൻസെന്റ് പാടൂർ ചാലക്കൽ, ബിജു മേക്കാട്ടുകുളം, ലീന ആന്റണി, ഡെന്നി ജോജു പനക്കൽ, കുര്യാക്കോ സൊലക്കെങ്കിൽ, ജൂലി ടിസ്റ്റന്റ് എന്നിവർ സംസാരിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ജോൺ നെബുംസ്യാന്റെയും മത്തായി സ്ലീഹായുടെയും വേളാങ്കണ്ണി മാതാവിന്റെയും കപ്പേളയിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തിനിർഭരമായി ആഘോഷിച്ചു.
ശനിയാഴ്ച വൈകിട്ട് 6-ന് വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. വൈകിട്ട് 7:15-ന് വേളാങ്കണ്ണി മാതാവിന്റെ കപ്പേളയിൽ നൊവേന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ശേഷം മാതാവിന്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ച് പ്രതിഷ്ഠിച്ചു. തുടർന്ന് കിരീട സമർപ്പണവും നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:45-നും 7-നും ദിവ്യബലിയും 9 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയും ഉണ്ടായി. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിനു ശേഷം സൗജന്യ ഊട്ടും നടന്നു. വൈകിട്ട് 6-ന് നടന്ന ദിവ്യബലിക്കു ശേഷം കിഴക്കേത്തല കുരിശുപള്ളിയിലേക്ക് വാദ്യമേളങ്ങളുടെ കിരീടം എഴുന്നള്ളിപ്പ്, തുടർന്ന് ലതീഞ്ഞ്, നൊവേന എന്നീ തിരുകർമ്മങ്ങളും നേർച്ചപ്പായസ വിതരണവും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ പറ്റിയകൽ, കൈക്കാരന്മാരായ CA ടോണി, CK സെബി, ജോൺസൺ നീലങ്കാവിൽ, തിരുനാൾ കൺവീനർ PV പിയൂസ്, ജോയിന്റ് കൺവീനർ പോളി ജോസ്, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ TM ജോസ്, ഷൈനി കുര്യൻ, CD ജോജു, AC ജെയിംസ്, KF ആൻഡോ, വിൻസെന്റ് പുലിക്കോട്ടിൽ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കുന്നുകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ആരംഭിച്ചു. തിരുശേഷിപ്പുകൾ ശനിയാഴ്ച വൈകിട്ട് 8 മണിയോടെ പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം രാത്രി 11 മണിക്ക് ഇടവക വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപുറത്തിന്റെ സാന്നിധ്യത്തിൽ ചെർളയം ഹോളി ചൈൽഡ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ബെൻസി CMC പൊതുദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പ്രദർശനവും വണക്കവും ആരംഭിച്ചു. രാത്രി 12 മണിക്കും പുലർച്ചെ 3 മണിക്കും രാവിലെ 6 മണിക്കും 9 മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായി. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും വിശുദ്ധ കുർബാന നടന്നു. തിരുശേഷിപ്പുര പ്രദർശനവും വണക്കവും രാത്രി 11 മണിയോടെയാണ് സമാപിക്കുക. ങ്ങോട് പഞ്ചായത്ത് 12-ാം വാർഡ് എയ്യാൽ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തുടർച്ചയായി 30-ാം വർഷമാണ് പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള അർഹരായ 1250-ലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ നൽകുന്നത്. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PS പുരുഷോത്തമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ അംഗങ്ങളായ PM കുഞ്ഞിപ്പ, KA രാജൻ, KK സുധീൻ, NV സുനിൽ, TS ഗിരീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണം നടത്തിയത്. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിവിധ പരിപാടികളോടെ നടത്തി വന്നിരുന്ന നവതി വർഷാചരണം സമാപിച്ചു. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം സഭാ പരമാധ്യക്ഷൻ മോറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ദാരിദ്ര്യവുമാണ് സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് ബാവ പറഞ്ഞു. ലഹരിക്കടിമപ്പെട്ടവരെ അതിൽ നിന്ന് കരകയറ്റുന്നതിനും സമത്വപൂർണമായ സമൂഹത്തെ നിർമ്മിക്കുന്നതിന് എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കണം. പണത്തിനുവേണ്ടി സർക്കാർ പോലും മദ്യവ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഖേദകരമാണ്. മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് നശിക്കുന്ന യുവത്വം വർത്തമാനകാല ആശങ്കയാകുമ്പോൾ സഭയ്ക്കും വിശ്വാസികൾക്കും ഇതിനെതിരെ പോരാടേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും ബാവ കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ CK അബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. റവറൻ ജോസഫ് തോലത്ത് എപ്പിസ്കോപ്പ, ഭദ്രാസന സെക്രട്ടറി ജോസഫ് ചെറുവത്തൂർ, ട്രസ്റ്റി CS തോമസ്, പള്ളി സെക്രട്ടറി GOK വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് ഇടവക വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ സ്വാഗതവും CK സാംസൺ നന്ദിയും പറഞ്ഞു. നവതി വർഷാചരണത്തിന്റെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ്, സീനിയേഴ്സ് മീറ്റ്, ദമ്പതി സംഗമം, നവതി ദീപം തെളിയിക്കൽ, മുത്തുകുട സമർപ്പണം, ഭദ്രാസനാടിസ്ഥാനത്തിൽ ആരാധന, സംഗീത മത്സരം എന്നിവ സംഘടിപ്പിച്ചിരുന്നു. വിവിധ മേഖലകളിൽ മികവേറിയ നേട്ടങ്ങൾ കൈവരിച്ച ഇടവകാംഗങ്ങളെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. നവതി വിത്ത് ചാരിറ്റി എന്ന പേരിൽ ഭവനങ്ങളിൽ നിന്ന് സമാഹരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള തുക ചടങ്ങിൽ ഇടവകയ്ക്ക് കൈമാറി. കൈസ്ഥാനി CS തോമസ്, സെക്രട്ടറി GOK വിൽസൺ, ജനറൽ കൺവീനർ CK സാംസൺ, മീഡിയ കൺവീനർ മിഖായൽ ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പോർക്കുളം സെന്ററിലെ MS ഹാളിൽ നടന്ന പഠനോപകരണ വിതരണം റിട്ടയേർഡ് മലയാളം അധ്യാപികയും ചെറുകഥാകൃത്തും കവയത്രിയുമായ KP ശൈലജ ടീച്ചർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ദേശീയ സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റും IMA തൃശൂർ ലീഗൽ ഹെഡുമായ ഡോക്ടർ ഋഷിൻ സുമൻ സേവാ സന്ദേശം നൽകി. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. റിട്ടയേർഡ് അധ്യാപിക BK ചന്ദ്രിക, പോർക്കുളം സേവാഭാരതി സെക്രട്ടറി മണിക്കുട്ടൻ, വിദ്യാഭ്യാസ കൺവീനർ സുധാ ഹർഷൻ, ദിവ്യ ടീച്ചർ, MA സുധേഷ് എന്നിവർ സംസാരിച്ചു. ഹൈസ്കൂൾ, UP, LP വിഭാഗങ്ങളിലായി 424 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ട്രഷറർ KS പ്രദീപ്, V അനിൽകുമാർ,
വൈസ് പ്രസിഡന്റ് ശശികുമാർ, ഹരിനാരായണൻ, കൺവീനർമാരായ സി മഹേഷ്, കെ ഷിബിൻ, ശ്രീകാന്ത് പണിക്കർ, MS സുധീർ, അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. എയ്യാൽ ഗ്രാമസഭ സൗഹൃദ കൂട്ടായ്മയുടെ മൂന്നാമത് പഠനോപകരണ വിതരണവും സ്നേഹാദരവും നടന്നു. അക്ഷരമുറ്റത്തേക്കൊരു നേർവെളിച്ചമെന്ന സന്ദേശത്തോടെ എയ്യാൽ അമ്പലത്തിനു സമീപമുള്ള TM ഹാളിൽ നടന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭാ അഡ്മിൻ EF തോമസ് അധ്യക്ഷനായി. പാലക്കാട് കുടുംബകോടതി ജഡ്ജ് CJ ഡെന്നി മുഖ്യാതിഥിയായ ചടങ്ങിൽ UNESCO പുരസ്കാര ജേതാവ് ശ്യാം സുന്ദർ ഇയാൽ ഡിസൈൻ ചെയ്ത ഗ്രാമസഭാ കൂട്ടായ്മയുടെ പുതിയ ലോഗോ AC മൊയ്തീൻ നാടിന് സമർപ്പിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ചവരെയും കാർഷിക രംഗത്തെ പ്രമുഖരെയും ഹരിതകർമ്മസേനാ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമസഭാ കൂട്ടായ്മയെക്കുറിച്ച് റഫീഖ് പത്തൻസ് എഴുതിയ വരികൾക്ക് ഹൈമാവതി ഈണം നൽകി വേദിയിൽ ആലപിച്ച ഗാനം കയ്യടി നേടി. കൂട്ടായ്മയുടെ 2024-25 വരെയുള്ള പ്രവർത്തന റിപ്പോർട്ട് ഗ്രാമസഭ ജനറൽ സെക്രട്ടറി സുജീഷ് അവതരിപ്പിച്ചു. തിരഞ്ഞെടുത്ത 150ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങളടങ്ങിയ കിറ്റുകൾ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണം ചെയ്തു. കേവലം ഒരു വാട്സാപ്പ് കൂട്ടായ്മയുടെ കീഴിൽ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാതൃകാപരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ശശിധരൻ, KR സിമി, PS പുരുഷോത്തമൻ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമസഭാ അഡ്മിൻ അഭിലാഷ് M വിഷയാവതരണം നടത്തി. അഡ്മിൻ TR രബീഷ് നന്ദി പറഞ്ഞു. കരിക്കാട് ബട്ടിമുറി മഹാത്മാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവും 10ാം ക്ലാസ് +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. മഹാത്മാ പ്രസിഡന്റ് രതീഷ് KK അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും മെന്ററും അധ്യാപകനുമായ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ KA ജ്യോതിഷ് മുഖ്യാതിഥിയായി. മഹാത്മാ വൈസ് പ്രസിഡന്റ് TP വിമൽ സ്വാഗതവും സെക്രട്ടറി PV സുധീഷ് നന്ദിയും പറഞ്ഞു. PK രതീഷ്, PB നിവാഷ്, ഗിരീഷ് കുമാർ, ബിജു ശ്രീധർ, അഭിഷേക് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പരമനങ്ങാട് ഗ്രാമീണ വായനശാലയിൽ സുവിധം ഫൗണ്ടേഷൻ നടത്തിവരാറുള്ള നിർധനരായ കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണം നടന്നു. സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരാക്കാട്ട്, സെക്രട്ടറി താഴത്തുപുരയ്ക്കൽ ഗോപി, ട്രഷറർ ഷാജി വലിയറ, വൈസ് പ്രസിഡന്റ് KK ഷാജൻ, ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ചരമം കുണ്ടന്നൂർ നെയ്യൻ ലോനപ്പൻ മകൻ ലാസർ നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം കുണ്ടന്നൂർ കർമ്മലമാതാ പള്ളി സെമിത്തേരിയിൽ നടന്നു. ലിസി ഭാര്യയും ലാലി, ലിമി, ലിഷ എന്നിവർ മക്കളുമാണ്. ആനക്കോട്ട കിഴക്കേ ഗേറ്റിന് സമീപം വെപ്പിൽ പരേതനായ ഗോപാലൻ മകൻ സുനിൽ ബാബു നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സുജാതയാണ് ഭാര്യ. സുജിത്ത്, സുനീജ എന്നിവർ മക്കളാണ്. കണിപ്പയൂർ പരേതനായ ചെറുവത്തൂർ ഇയാക്കു ഭാര്യ അന്ന നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. റെനി, റെനീഷ് എന്നിവർ മക്കളാണ്. മറ്റം കാക്കശ്ശേരി ജോസഫ് മകൻ സൈമൺ മാസ്റ്റർ നിര്യാതനായി 93 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11:30 മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതയായ കൊച്ചു ത്രേസ്യ ഭാര്യയും ജോഷി, ജെയിംസ്, നാൻസി, ഷാജ് എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ കാലവർഷം ശക്തമായി. കാറ്റിലും മഴയിലും വ്യാപക നാശം. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പുന്നയൂർക്കുളം തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. കടൽഭിത്തിക്ക് പുറകിലെ പാലക്കൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലേക്ക് തിരമാല ഇരച്ചു കയറി. കടപ്പുറം മഞ്ചങ്ങാടി വളവിൽ കടലിൽ നിന്ന് ശക്തമായി തിരയടിച്ച് റോഡിലേക്ക് കയറി. പാലപ്പെട്ടി കാപ്പരിക്കാടിൽ അലിയാർ പള്ളി കടലേറ്റ ഭീഷണിയിൽ. കേരളം ആരോഗ്യരംഗത്ത് ലോക നിലവാരത്തിലാണെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം ചൂൽപ്പുറത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഞ്ചേക്കറിൽ വിശാലമായ കളിക്കളം ഒരുക്കുവാൻ ചാവക്കാട് നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ചാൽ കായിക വകുപ്പ് 50 ലക്ഷം രൂപ കൂടി നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. ചാവക്കാട് നഗരസഭ കളിക്കളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മൊബൈൽ FHTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.